മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയാറില്ലേ? അതേ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമുള്ളത്. പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് സുനിൽ കനോഗുലുവിനെ ഏൽപ്പിച്ചത്. സുനിൽ കനോഗുലു കോൺഗ്രസിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ടീമിന്റെ നേതാവാണ്. വലിയൊരു ടീമിനെ തന്നെ ഇന്ദിരാഭവനിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ ശമ്പളം കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് എന്നാണ് അറിയുന്നത്. എന്നാൽ നേരത്തെ ഈ ടീമിന്റെ ഒക്കെ നിയന്ത്രണവും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തുള്ള സൈബർ വിഭാഗത്തിന്റെ നിയന്ത്രണവും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനും ഒക്കെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടുകൂടി ആ ടീം അങ്ങനെ തന്നെ നിശബ്ദമായി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ പുതിയ ടീമിനെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വവും കൂടിയുണ്ട്. അങ്ങനെയാണ് സുനിൽ കനോഗുലുവിനെ വീണ്ടും വിളിച്ചു കൊണ്ടുവന്നത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും കണ്ടോൺമെന്റ് ഹൗസിൽ MLA-മാർക്ക് ക്ലാസ് എടുത്തു സുനിൽ കനോഗുലു. എന്താണ് ക്ലാസിന്റെ വിഷയം? എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രൂപത്തിലാണ് മണ്ഡലത്തിൽ പ്രചാരണം നടത്തേണ്ടത്, ഇതായിരുന്നു സുനിൽ കനോഗുലു പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. അതിൽ ഏറ്റവും വിഷമകരമായ സംഭവം കോൺഗ്രസിനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യാപകമായ പ്രചാരണം നടത്തണം. അതിനുവേണ്ടി സുനിൽ കനോഗുലുവിന്റെ ടീമിൽപ്പെട്ട ഒരാളെ കൂടി മണ്ഡലത്തിലേക്ക് MLA-ക്ക് വേണ്ടി മാറ്റിവെക്കും. എന്താവശ്യത്തിനും MLA ഈ ടീം അംഗത്തെ വിളിക്കണം, സംസാരിക്കണം. അദ്ദേഹം പറയും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. അതനുസരിച്ച് MLA പ്രവർത്തിക്കണം. സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം മണ്ഡലത്തിൽ നൽകണം. എല്ലാ വികസന പ്രവർത്തനങ്ങളും എടുത്തു പറയണം. ഇങ്ങനെ 22 MLA-മാർക്ക് ക്ലാസ് കൊടുത്തതിന്റെ ഉദ്ദേശം ഈ 22 സീറ്റ് നിലനിർത്തണം. അത് കഴിഞ്ഞിട്ടല്ലേ മറ്റിടത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനുള്ള തന്ത്രമാണ് നിലവിലുള്ള MLA-മാരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രചാരണം കൊടുത്ത് മുന്നോട്ട് പോകണം എന്ന്. അപ്പോൾ സ്വാഭാവികമായും മറ്റു ചോദ്യം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സർക്കാരിന് അത് വലിയ പ്രചാരമാകില്ലേ? സർക്കാരിന്റെ വികസന പ്രവർത്തനമാണല്ലോ MLA-മാർ മുഖാന്തരം മണ്ഡലത്തിൽ നടക്കുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒരു വികസനവും നടക്കുന്നില്ല. കേരളം 10 വർഷം പിറകോട്ട് പോയി എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? ഒന്നും നടന്നിട്ടുണ്ടാകില്ലല്ലോ. നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് സർക്കാരിന്റെ നേട്ടമല്ലേ? വൻ മാറ്റമാണ് മണ്ഡലത്തിൽ ഉണ്ടായത് എന്ന് സുനിൽ കനോഗുലു സമ്മതിക്കുന്നു, കോൺഗ്രസ് MLA-മാർ സമ്മതിക്കുന്നു, പ്രതിപക്ഷ നേതാവും സമ്മതിക്കുന്നു, കോൺഗ്രസ് നേതാക്കളും സമ്മതിക്കുന്നു. KPCC പ്രസിഡന്റ് MLA ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് മാത്രമാക്കി ചുരുക്കി കാണാൻ പറ്റുമോ? അത് സംസ്ഥാന സർക്കാരിന്റെ കൂടി പ്രവർത്തനമല്ലേ? അത് വിശദീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ടതും നടപ്പാക്കിയതുമായ പദ്ധതികൾ ചർച്ചയാകില്ലേ മണ്ഡലത്തിൽ? ഇതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രശ്നം. പക്ഷെ അതൊന്നും നോക്കേണ്ട, പ്രചാരണവുമായി മുന്നോട്ട് പോവുക. മണ്ഡലത്തിൽ MLA-മാർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഇതാ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തിരിച്ചടിയാകുമോ എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട്. ഇന്നലെ വരെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതിന് നേർവിപരീതമായ കാര്യങ്ങളാണ് മണ്ഡലത്തിൽ പറയേണ്ടി വരിക എന്നതാണ് കോൺഗ്രസ് MLA-മാരെ കുഴക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൽ കോൺഗ്രസിന് സജീവമായ ഒരു സൈബർ വിങ് ഉണ്ടായിരുന്നു. ആ സൈബർ വിങ് ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, നേരത്തെ സൈബർ വിങ്ങിനെ നയിച്ചുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതോടുകൂടി സൈബർ വിങ്ങും നിശ്ചലമായി, ഒന്നും നടക്കുന്നില്ല. നിശബ്ദമാണിപ്പോൾ കോൺഗ്രസിന്റെ സൈബർ വിഭാഗം. അതുകൊണ്ട് ആ സൈബർ വിഭാഗത്തെ ഒന്ന് സജീവമാക്കേണ്ടതുണ്ട്. അതിന് എന്താണ് പോംവഴി? MLA-മാർ ആലോചിക്കണം, തീരുമാനിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമായ കണ്ടന്റ് സുനിൽ കനോഗുലു നിർമ്മിച്ചു കൊടുക്കും. അത് പക്ഷെ താഴെത്തട്ട് പ്രചരിപ്പിക്കേണ്ടത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ സൈബർ വിഭാഗമാണ്. അതാണ് ഇപ്പോൾ പൊളിഞ്ഞ് പാപ്പരായി കിടക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പുനഃസംഘടിപ്പിച്ച് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് MLA-മാർക്ക് ക്ലാസ് കൊടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ക്ലാസ് നടത്തിയത്. സുനിൽ കനോഗുലുവിന് ടീം അംഗങ്ങൾ ക്ലാസ്സിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ഓരോ ടീം അംഗത്തിനും ഒരു MLA-യുടെ ചുമതല കൂടി നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ആശങ്ക യോഗത്തിൽ MLA-മാർ ഉന്നയിച്ചു. ഇതൊക്കെ പ്രചരിപ്പിച്ചാൽ MLA എന്ന നിലയിലുള്ള പ്രവർത്തനം ശരി തന്നെ, പക്ഷേ അത് സർക്കാരിന് പരോക്ഷമായ പിന്തുണയായി മാറില്ലേ എന്ന് പറഞ്ഞപ്പോൾ സുനിൽ കനോഗുലുവിന്റെ ടീം അംഗങ്ങൾ പറഞ്ഞത് അത് നോക്കേണ്ടതില്ല, പ്രചാരണവുമായി മുന്നോട്ട് പോകണം, 22 സീറ്റ് അത് നിലനിർത്തണം. അതാണ് പ്രശ്നം. 22 സീറ്റ് കോൺഗ്രസിന്റെ സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്ന ആശങ്ക
കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. വലിയ സർക്കാർ വിരുദ്ധ തരംഗമാണ് കേരളത്തിലുള്ളത് എങ്കിൽ സ്വാഭാവികമായും അവരും ജയിച്ചു വരണ്ടേ? വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി MLA-മാർക്ക് മണ്ഡലത്തിൽ പോകാമല്ലോ. എന്നാൽ അങ്ങനെയില്ല എന്നുകൂടി വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് സുനിൽ കനോഗുലു. ഏതായാലും VD സതീശനും കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ആകെ ധർമ്മ സങ്കടത്തിലാണ്. എന്തു പറയുന്നു അതിന് വിപരീതമായി പ്രവർത്തിക്കേണ്ടി വരുമല്ലോ എന്ന അടിസ്ഥാനത്തിൽ. പക്ഷേ സുനിൽ കനോഗുലുവാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവ് VD സതീശനോ അല്ല. അതുകൊണ്ട് സുനിൽ കനോഗുലു പറയുന്നത് അനുസരിക്കുക മാത്രമേ വഴിയുള്ളൂ. അതാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഏതായാലും സർക്കാരിനെ ഗോളടിച്ചു എന്ന് പറയുന്ന ഇടത്തേക്കാണ്, അല്ലെങ്കിൽ LDF-നെ ഗോളടിച്ചു എന്ന് പറയുന്ന ഇടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മണ്ഡലത്തിലെ ഒരു പാലം, അതല്ലെങ്കിൽ ഒരു റോഡ്, അതല്ലെങ്കിൽ സ്കൂളിൽ വന്ന മാറ്റങ്ങൾ ഒരു വീഡിയോ ആയി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും സൈബർ വിഭാഗം അത് ഉപയോഗിച്ച് വേറൊരു രൂപത്തിൽ വലിയ പ്രചാരണം നടത്തില്ലേ എന്ന സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആകെ കൺഫ്യൂഷനിലാണ് കോൺഗ്രസ്. 22 സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയും വേണം, അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെ പ്രചാരണം നടത്തുകയും വേണം. ഇതാണ് കോൺഗ്രസിനെ വലയ്ക്കുന്ന കൺഫ്യൂഷൻ.